ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 65, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. താം ഗേഹകൃത്യ നിരതാത്തനയ പ്രസക്താഃ കാന്തോപസേവനപരാച്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാക്തേ കാന്താരദേശമയി കാന്തതനൂസമേതഃ. അന്വയം അർത്ഥം. താ ആ സരോരുഹാക്ഷ്യ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയ സുന്ദരിമാരായ ഗോപവനിതകൾ, ഗേഹകൃത്യനിരത ഗൃഹകൃത്യങ്ങളിൽ മുഴുകിയിരുന്നവരും, തനയപ്രസക്ത മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരും, കാന്തോപസേവന പര ഭർത്താക്കന്മാരെ സേവിക്കുന്നതിൽ താൽപരകളുമായിരുന്നു. ഐ കാന്തതനോ സുന്ദരാകാരനായ ദേവ, അങ്ങയുടെ മുരളീരവ മോഹിത വേണുനാദത്തിൽ ലയിച്ച് അവർ സർവം എല്ലാം വിസൃജ്യ ഇട്ടെറിഞ്ഞിട്ട് കാന്താരദേശം കാനന പ്രദേശത്തിൽ സമേത എത്തിച്ചേർന്നു. ഹരിവും. സാരം: പലതരം ഗൃഹകൃത്യങ്ങളിലും പുത്രന്മാരുടെ കാര്യത്തിലും ശുശ്രൂഷകളിലും നിരതരായ ഗോപസ്ത്രീകൾ ഭഗവാന്റെ മുരളീനാഥ ശ്രവണത്തിൽ ആകൃഷ്ട ചിത്തകളായി ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ഗൃഹകൃത്യങ്ങളും ഉപേക്ഷിച്ച് ഭഗവാൻ വേണുനാഥം പൊഴിക്കുന്ന വനാന്തർഭാഗത്തെ എത്തിച്ചേർന്നു. ഹരി ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. കാച്ചിന്നിജാംഗപരിഭൂഷണമാദദാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാം ത്വാമാഗത നനു തദൈവ വിഭൂഷിതാപ്യ തായേവ സംരൂരുചിതേതവലോചനായ. അന്വയം അർത്ഥം. വേണു പ്രണാദം, വേണുവിൻ്റെ മനോഹരനാദം, ഉപകർണ്യ കേട്ടിട്ട്, നിശ്ചിത് ചില ഗോപികമാർ, നിജാംഗ പരിഭൂഷണം തങ്ങളുടെ അംഗങ്ങളിലെ അലങ്കാരങ്ങൾ, ആദദാന മുഴുവനും എടുത്തണിഞ്ഞും, കൃതാർത്ഥഭൂഷ അലങ്കാരങ്ങൾ പകുതി അണിഞ്ഞും, ത്വാം അങ്ങയെ, ആഗത ആഗമിച്ച്, നനു എന്നാൽ വിഭൂഷിതാപ്യ ആഭരണങ്ങളെല്ലാം അണിഞ്ഞവരേക്കാൾ, തായേവ പകുതി അണിഞ്ഞവരാണ്, തവ അങ്ങയുടെ, ലോചനായ കണ്ണിനായിക്കൊണ്ട്, സംരുചിരെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടവരായി തീർന്നത്. ഹരിവും. സാരം: വേണുനാദം കേട്ടപ്പോൾ ചില ഗോപസ്ത്രീകൾ ആഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞ്, ചിലർ പകുതി മാത്രം ആഭരണങ്ങൾ അണിഞ്ഞാണ് ഭഗവാനെ സമീപിച്ചത്. ഭഗവാനാകട്ടെ ആദ്യത്തെ കൂട്ടരേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവരായി ആനന്ദം പകർന്നു കൊടുത്തത് രണ്ടാമത്തെ കൂട്ടരാണ്. ഹരിവും.